ഹായ് വെൽക്കം ടു റിനീഷ CS Edu വേൾഡ്. നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്. അപ്പം നമ്മൾ പുതിയ സബ്ജക്റ്റ് ആണ്, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതിൻ്റെ അത് ഫസ്റ്റ് ടോപ്പിക്കാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇതിൻ്റെ അത് പഠിക്കുന്നത് നമ്മൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ, ഓക്കെ, അതിനകത്തെ കമ്പോണൻസ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഫസ്റ്റ് എന്താണ് ഒരു കമ്പ്യൂട്ടർ? അപ്പം നമ്മൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് ആണ്. അപ്പം ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് ആണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. അപ്പം അത് സിംപ്ലിഫൈ ചെയ്യുന്നു, കോംപ്ലിക്കേറ്റഡ് ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ബേസിക്കലി എ മെഷീൻ ദാറ്റ് സിംപ്ലിഫൈസ് കമ്പ്യൂട്ടേറ്റഡ് ടാസ്ക്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയേണ്ടത് എപ്പോഴും ഈ കമ്പ്യൂട്ടറിൻ്റെ അത് പെർഫോമൻസ്, മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടണം. കൂടാതെ അതിന് കോസ്റ്റ് കുറവായിരിക്കണം, പിന്നെ പവർ കൺസംഷനും കുറവായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ ഇറ്റ് ഷുഡ് മാക്സിമൈസ് ദ പെർഫോമൻസ്, ഓക്കെ, ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ആസ് വെൽ ആസ് പവർ കൺസംഷൻ. അപ്പോൾ ഇത് പെർഫോമൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കൂടുതലാണ് പണ്ടത്തെക്കാട്ടിലും, പിന്നെ കോസ്റ്റ് കുറവാണ്, അല്ലേ? നേരത്തെ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുക എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ പറ്റില്ലായിരുന്നു. ഇപ്പം കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരാളില്ല. ഏർലി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്തായിരുന്നു അത് ഫുള്ള് പ്ലേസ് ചെയ്യുന്നത്. ഒരു റൂം വേണമായിരുന്നു, ഓക്കെ, AC ഉള്ള ഒരു ഫുൾ റൂമിൻ്റെ അകത്താണ് നേരത്തെ ഉള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഏർലി കമ്പ്യൂട്ടേഴ്സും ഉണ്ടായിരുന്നത്. അതിന് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ദിവസങ്ങൾ എടുക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. പെർഫോമൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഇപ്പം നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ കയ്യിൽ വെക്കുന്ന കമ്പ്യൂട്ടർ വരെ എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നേരത്തേക്കാട്ടിലും കോസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നില്ല. ഇപ്പം വിഷയെങ്കിൽ അതിന് കോസ്റ്റ് കുറഞ്ഞു, ഓക്കെ, നമുക്ക് അതിൻ്റെ സൈസ് കുറഞ്ഞു. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഇൻപുട്ട് കൊടുത്താൽ മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം എന്തൊക്കെയാണ് ബേസിക് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ? എന്തൊക്കെ കമ്പോണൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്? മെയിൻലി 4 ബേസിക് കമ്പോണൻസ് ആണുള്ളത്. 4 basic components in a computer. First is the input device, next output device, memory, processor. These are the 4 basic component of a computer. Okay, ഇതാണ് മെയിൻലി ഉള്ളത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ്, ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ connects the external environment with internal computer system. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വിത്ത് ഇന്റേണൽ കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഇൻപുട്ട് ഡിവൈസസ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ ഡേറ്റയോ കമ്പ്യൂട്ടർ കൊടുക്കാനുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കൊടുക്കുന്ന ഇതുവഴിയാണ്, ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ്. ഓക്കെ, അപ്പം ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റം ആവശ്യമായിട്ടുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കീബോർഡ്, ഓക്കെ, കീബോർഡ്, മൗസ്, മാഗ്നറ്റിക് ടേപ്പ്, ഇപ്പം ക്യാമറ, മൈക്രോഫോൺ, ഓക്കെ, GPS, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പം ക്യാമറ, ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻപുട്ടാണ്. സൗണ്ട്, ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, നമ്മൾ സൗണ്ട് കൊടുക്കുവാണ്,
അതും ഇൻപുട്ടാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് പെർഫോംസ് ഫോളോയിങ് ടാസ്ക്. ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോം ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ എന്ത് ചെയ്യും? ഔട്ട്സൈഡ്, നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഡേറ്റയെ അത് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഡേറ്റയോ ഇൻസ്ട്രക്ഷനെയോ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മളിപ്പം കീബോർഡിൽ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഒരു നമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അതൊരു ഡേറ്റ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആവാം, ഏത് ഫോമിലുള്ളതാണേലും ഇൻപുട്ട് ഡിവൈസസ് അതിനെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തെടുക്കും? കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉള്ളി ലാംഗ്വേജ് എന്ന് പറയുന്ന മെഷീൻ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഇൻ സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, സീറോസ് ആൻഡ് വൺസിലാണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് സീറോസും വൺസിലോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഈ കൺവേർട്ട് ചെയ്ത ഡേറ്റയെ കമ്പ്യൂട്ടറിന് കൊടുക്കും. ഓക്കെ, അതാണ് പറയുന്നത് സപ്ലൈ ദ കൺവേർട്ടഡ് ഡേറ്റ ടു കമ്പ്യൂട്ടർ സിസ്റ്റം. കൺവേർട്ട് ചെയ്ത ഡേറ്റയെ കമ്പ്യൂട്ടർ സിസ്റ്റംസിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ടാസ്ക് പെർഫോംഡ് ഇൻ ഇൻപുട്ട് യൂണിറ്റ്? Accept the data and instruction from the outside environment. Next, convert it into machine language. Next, supply the converted data to computer system. The next, എന്താണ് output devices? Okay, it connects the internal system to the of a computer to the external environment. കമ്പ്യൂട്ടറിനെ നമുക്കത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ അകത്തുനിന്ന് എന്താണ് കിട്ടുക? ഓക്കെ, ആ കിട്ടുന്നതിനെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, ഇറ്റ് കണക്ട്സ് എക്സ്റ്റേണൽ സിസ്റ്റം, വെളിയിലുള്ള ഒരു സിസ്റ്റമാണ് എക്സ്റ്റേണൽ സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ ടു ദ ഇന്റേണൽ എൻവയോൺമെന്റ്. Okay, it provide the result of any computation or instruction to the outside world. അതായത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനോ അല്ലെ ഡേറ്റയോ അതിനെ കമ്പ്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? കമ്പ്യൂട്ട് ചെയ്യും. കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടന്നിട്ട് നമുക്ക് എന്ത് തരും? അതിൻ്റെ റിസൾട്ട് ഔട്ട്സൈഡ് വേൾഡിന് തരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രിന്റർ, മോണിറ്റർ, സ്പീക്കർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ എൻവയോൺമെന്റിന് തരും. ഓക്കെ, അതിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനിയും സ്റ്റോറേജ് യൂണിറ്റ് ആണ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ എന്ത് ചെയ്യാം? അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂണിറ്റിനെയാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ദിസ് യൂണിറ്റ് ഹോൾഡ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഈ യൂണിറ്റ് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. എന്തുവാ? ഡേറ്റയും ഇൻസ്ട്രക്ഷനെയും ഇതെന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം കൂടാതെ ഇറ്റ് ഓൾസോ സ്റ്റോർ ദി ഇന്റർമീഡിയറ്റ് റിസൾട്ട് ബിഫോർ ദീസ് ആർ സെൻഡ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിന് കൊടുക്കുന്നതിന് മുമ്പ്, സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന റിസൾട്ട്, അതിനെയാണ് ഇന്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യും? മെമ്മറിക്കകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇറ്റ് ഓൾസോ സ്റ്റോർ ദി ഇന്റർമീഡിയറ്റ് റിസൾട്ട് ബിഫോർ ദർ ആർ സെൻഡ് ടു ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യും? മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഓൾസോ സ്റ്റോർസ് ദ ഡേറ്റ ഫോർ ലേറ്റർ യൂസ്. ഓക്കെ, ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ഈ സ്റ്റോറേജ് യൂണിറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The storage unit of a computer system can be divided into two categories: primary storage and secondary storage. There are two types of storage classes: primary and secondary. Okay, primary storage ന്റെ അകത്ത് നമ്മൾ വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത് കറന്റ്ലി ഇപ്പം ഏതാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഡേറ്റാസ് ആണ് എവിടെ കൊണ്ടുവെക്കുന്നത്? പ്രൈമറി സ്റ്റോറേജിനകത്ത് കൊണ്ടുവെക്കുന്നത്.
This memory is used to store the data which is being currently executed. Currently execute ചെയ്യുന്ന ഡേറ്റ ഏതാണോ അതിനെയാണ് മെമ്മറിക്കകത്ത് കൊണ്ടുവെക്കുന്നത്. ആ മെമ്മറിയാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെമ്പററി സ്റ്റോറേജ്. അത് ടെമ്പററി ആയിട്ടാണ്, പെർമനൻ്റ് ആയിട്ടല്ല സ്റ്റോർ ചെയ്തേക്കുന്നത്, ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് സേവ് ചെയ്തില്ലെങ്കിൽ പവർ ഓഫ് ആയെന്ന് വിചാരിക്കുക, എന്ത് പറ്റും? ആ ഡേറ്റയെ ഫുള്ള് നഷ്ടപ്പെടും അല്ലേ? അപ്പം അതാണ് പറഞ്ഞത്, കറൻ്റ് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതൊക്കെ ഈ കറൻ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി സ്റ്റോറേജിലാണ്. അതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ റാം, മെയിൻ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്ന റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. വോളറ്റൈൽ എന്ന് പറഞ്ഞെങ്കിൽ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം ലോസ് ആവും. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലോവർ, അത്ര സ്പീഡല്ല, മെയിൻ മെമ്മറി പോലെ സ്പീഡല്ല, പക്ഷേ ചീപ്പറാണ്. പ്രൈമറി മെമ്മറിയെക്കാട്ടിലും ചീപ്പറായിട്ടാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ബട്ട് ദ സെക്കൻഡറി മെമ്മറി ഈസ് സ്ലോവർ ആൻഡ് ചീപ്പർ ദാൻ പ്രൈമറി മെമ്മറി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ. അത് പെർമനൻ്റ് ആ സ്റ്റോർ ചെയ്യുന്നത്. അതായത് സേവ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജിലാണ്, പ്രൈമറിക്കകത്തല്ല. പ്രൈമറിക്കകത്ത് ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണും. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡറിക്കകത്തോട്ട് നമ്മൾ പോകും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക്, CD, ഓക്കെ, പെൻ ഡ്രൈവ്, ഇതെല്ലാം എന്താണ്? സെക്കൻഡറി സ്റ്റോറേജസ് ആണ്. ഇനി നെക്സ്റ്റ് പ്രോസസ്സറാണ്. ഓക്കെ, പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, CPU ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പം പ്രോസസ്സർ എന്ന് പറയുന്നത് CPU ആണ്. ഇതിൻ്റെ അകത്ത്, ഈ പ്രോസസ്സറിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഒരു CPU എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. കൺട്രോൾ യൂണിറ്റും ALUം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് CPU എന്ന് പറയുന്നത്. ഈ CPU എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ മെയിൻ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പം കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഏതാണ്? ഇറ്റ് ഇസ് എ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. വാട്ട് ആർ ദ ടാസ്ക് പെർഫോംഡ് ഇൻ ദ CPU? എന്തൊക്കെ ടാസ്ക് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് പെർഫോം ഓൾ ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസും നമ്മൾ കൊടുക്കുന്ന അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ഡേറ്റ എങ്ങോട്ട് പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? CPU ആണ്. അപ്പോൾ ഇറ്റ് പെർഫോംസ് ഓൾ ഓപ്പറേഷൻസ്, എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത് CPU ആണ്. ഇറ്റ് ടേക്സ് ഓൾ ഡിസിഷൻസ്. എന്താ ഇപ്പോൾ ഒരു പ്രോസസ്സ്, ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ആരാണ്? CPU ആണ്. ഓക്കെ, ഇറ്റ് കൺട്രോൾ ഓൾ ദ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റും. ഓക്കെ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, ഓക്കെ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. ഇതാണ് ആർക്കിടെക്ചർ. ഇത് വോൺ ന്യൂമാൻ്റെ ആർക്കിടെക്ചർ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മളുണ്ട് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, CPU ആണിത്. CPUൻ്റെ അകത്തെ രണ്ട് യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ഓർ ലോജിക് യൂണിറ്റും. ALU എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം അരിത്തമെറ്റിക് ഓർ ലോജിക് യൂണിറ്റും. അപ്പോൾ ഇതാണ് ഇറ്റ് ഇസ് എ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഇത് മെമ്മറിയാണ്. നമുക്ക് ഡേറ്റ എടുക്കാനും ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ എടുക്കുന്നതും തിരിച്ച് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം എവിടെയാണ്? ഈ മെമ്മറിയിലാണ്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ഓൾ ദ കാൽക്കുലേഷൻസ് ആർ പെർഫോംഡ് ഇൻ ALU ഓഫ് ദ കമ്പ്യൂട്ടർ. എല്ലാ ഓപ്പറേഷൻസും, എല്ലാ കാൽക്കുലേഷൻസും ഓക്കെ പെർഫോം ചെയ്യുന്ന എവിടെയാണ്? അരിത്തമെറ്റിക് ALUവിൻ്റെ അകത്താണ്. ALU ക്യാൻ പെർഫോം ബേസിക് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്ന എവിടെയാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. ഇപ്പം A less than B, ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. വെദർ കാൽക്കുലേഷൻസ് ആർ റിക്വയർഡ്. നമുക്കിപ്പോൾ ഒരു കാൽക്കുലേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ട്രാൻസ്ഫർ ദ ഡേറ്റ ഫ്രം സ്റ്റോറേജ് യൂണിറ്റ് ടു ALU. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എവിടെ നിന്ന്? സ്റ്റോറേജ് യൂണിറ്റ്, മെമ്മറിയിൽ നിന്ന് ALUവിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും.
ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യും? തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റ് അത് കൊണ്ടുവെക്കും. മനസ്സിലായോ? നമുക്കൊരു കാൽക്കുലേഷൻ, അപ്പം നമുക്ക് ഡേറ്റ വേണമെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യും ഡേറ്റയെ. എവിടെ നിന്നാണ്? സ്റ്റോറേജിൽ നിന്ന് ALUവിൻ്റെ അകത്ത് കൊടുക്കും. ALU ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് തിരിച്ച് എന്ത് ചെയ്യും? മെയിൻ മെമ്മറി തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് ഇസ് എ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് കൺട്രോൾസ് ഓൾ അതർ യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ CPU ആണെന്ന് പറഞ്ഞു. അപ്പോൾ CPക്കകത്ത് രണ്ട് പാർട്ടാണ്, ALUവും കൺട്രോൾ യൂണിറ്റും. ALU ചെയ്യുന്നത് ഓപ്പറേഷൻസ് അല്ലെ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതാണ് ALU. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾ അതർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നു, കമ്പ്യൂട്ടറിൻ്റെ ബാക്കി എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നു. ഏതൊക്കെയാണ് അടുത്ത എല്ലാ യൂണിറ്റും എന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി. ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ആൻഡ് ഫ്രം ദ സ്റ്റോറേജ് യൂണിറ്റ് ടു ALU. ALUവിൻ്റെ എല്ലാം, അതായത് ഇപ്പോൾ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റയുടെ ഫ്ലോയെ, ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ഫ്ലോയെ ഇവിടുന്ന് എങ്ങോട്ടുള്ളതാണ്? സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ALUയിലോട്ട്, ALUയിൽ നിന്ന് സ്റ്റോറേജ് യൂണിറ്റിലോട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഫ്ലോസും, ഡേറ്റ ഫ്ലോസിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ദ കമ്പ്യൂട്ടർ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഏതാണ്? ഇപ്പം ഇതാണ് ഫുൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് എന്ന്, ഇതിൻ്റെ അത് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസിൽ നിന്നാണ്. ഇൻപുട്ട് ഡിവൈസ് വരെ നമ്മളൊരു എക്സ്റ്റേണലി ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് തന്നെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസിലോട്ടാണ്. ഇൻപുട്ട് ഡിവൈസസ് എന്ത് ചെയ്യും? ഇൻപുട്ട് ഡിവൈസസ് ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബിക്കോസ് ദ machine only machine understanding language is machine language. Okay, but therefore it convert the input into machine language. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെ ഡേറ്റയെ അത് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജൊക്കെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ വരും. ഇനി പ്രോസസ്സിങ് എന്ന് പറയുന്നത് പ്രോസസ്സിങ് ചെയ്യുന്ന CPU ആണ്. CPUവിൻ്റെ അകത്ത് രണ്ട് യൂണിറ്റ് ഉണ്ട്, ALUവും ഉണ്ട്, കൺട്രോൾ യൂണിറ്റും ഉണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ALU ആണ്. ALU ആണ് ഈ ഫ്ലോ, ഡേറ്റ എങ്ങോട്ട് പോകണം എല്ലാം തീരുമാനിക്കുന്നത് ഏതാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ആണ് നെർവസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ALU എന്ന് പറയുന്ന അരിത്തമെറ്റിക്കും ലോജിക്കലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇപ്പം അരിത്തമെറ്റിക് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണെങ്കിൽ ഡേറ്റ വേണമല്ലോ. ഡേറ്റ വേണമെങ്കിൽ ALU എന്ത് ചെയ്യും? കൺട്രോൾ യൂണിറ്റിനോട് പറയും. കൺട്രോൾ യൂണിറ്റ് അത് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ അകത്ത് നിന്ന് പോയി എടുത്തിട്ട് ALUവിന് കൊടുക്കും. ALU എന്ത് ചെയ്യും? ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ട് തിരിച്ചെന്ത് ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റിനകത്ത് കൊടുക്കും. ഇങ്ങനെ കിട്ടുന്ന ഡേറ്റയെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസിലോട്ടാണ് നമുക്ക് വരേണ്ടത്. നമുക്കത് വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിൽ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു എക്സ്റ്റേണലി ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സിസ്റ്റം സ്റ്റോറേജ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ ഇൻഫർമേഷൻസ്, അതാണ് ഔട്ട്പുട്ട് ഡിവൈസസിന് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്യുന്ന ഫോമാറ്റ്, അതാണ് ഫിസിക്കൽ ഔട്ട്പുട്ട്. ഫിസിക്കൽ ഔട്ട്പുട്ടാക്കി നമുക്ക് തരും. ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ്. ഇതാണ്, ഇങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഒരു ജനറലായിട്ട് ഇത് വർക്ക്. നമ്മൾ വീഡിയോയ്ക്ക് അത് പഠിച്ചത് എന്താണ് ഒരു കമ്പ്യൂട്ടർ, ഏതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്, അത് ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.